കർത്താവിൻ്റെ അതിപരിശുദ്ധമായ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. നമ്മൾ ഇന്ന് യൂദായുടെ എഴുതിയ ഈ ലേഖനം പഠിക്കുവാനായിട്ട് ആഗ്രഹിക്കുകയാണ്. യൂദായുടെ ലേഖനം ഒരൊറ്റ അധ്യായം മാത്രമേ ഉള്ളല്ലോ. അതിന് 25 വാക്യങ്ങളും മാത്രമേ നമുക്ക് കാണുവാനായിട്ട് കഴിയുന്നുള്ളൂ. യൂദ ആരായിരുന്നു? എന്തിനാണ് ഈ ലേഖനം എഴുതിയത്? അതിൻ്റെ പിൻപിലുള്ള പശ്ചാത്തലം നമുക്ക് ചിന്തിക്കാം. അത് ചിന്തിക്കുമ്പോൾ ആരായിരുന്നു യൂദ? യേശുവിൻ്റെയും യാക്കോബിൻ്റെയും സഹോദരനായിരുന്നു ഈ യൂദ. നമ്മൾ മത്തായി എഴുതിയ സുവിശേഷം 55-ാം അധ്യായത്തിൽ നമുക്ക് കാണുവാനായിട്ട് കഴിയുന്നത് ഇപ്രകാരമാണ്: ഇവൻ തച്ചൻ്റെ മകനല്ലയോ? ഇവൻ്റെ അമ്മ മറിയ എന്നവളല്ലയോ? ഇവൻ്റെ സഹോദരന്മാർ യാക്കോബ്, യോസെ, ശീമോൻ, യൂദ എന്നവരല്ലയോ? ഇവൻ്റെ സഹോദരികളും എല്ലാം നമ്മോടുകൂടെ ഇല്ലയോ? ഇവിടെ കർത്താവായ യേശുക്രിസ്തുവിനെ കുറിച്ച് പരാമർശിച്ചിരിക്കുന്ന കാര്യങ്ങളാണ്. മർക്കോസിൻ്റെ സുവിശേഷം 6-ാം അധ്യായം അതിൻ്റെ 3-ാം വാക്യത്തിൽ തൻ്റെ സഹോദരങ്ങൾ അവനെക്കുറിച്ച് എന്താണ് പരാമർശിച്ചിരിക്കുന്നത് നമുക്ക് നോക്കാം. അവിടെ എഴുതിയിരിക്കുന്നത് ഇപ്രകാരം തന്നെയാണ്: ഇവൻ മറിയയുടെ മകനും യാക്കോബ്, യോസെ, യൂദ, ശീമോൻ എന്നിവരുടെ സഹോദരനുമായ തച്ചനല്ലയോ? ഇവൻ്റെ സഹോദരികളും ഇവിടെ നമ്മോടുകൂടെ ഇല്ലയോ എന്ന് പറഞ്ഞ് അവങ്കിൽ ഇടറിപ്പോയി. യേശുവിൻ്റെ മരണത്തിന് മുൻപ് യേശുവിൻ്റെ സഹോദരന്മാർ താൻ ദൈവപുത്രനാണെന്ന് വിശ്വസിച്ചിരുന്നില്ല എന്നുള്ളതാണ് ഇതിൽ കൂടി നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് കഴിയുന്നത്. മാത്രമല്ല, ഈ സഹോദരന്മാർ പറയുന്ന കാര്യങ്ങൾ 1-2 വേദഭാഗം കൂടി വായിക്കുമ്പോൾ നമുക്ക് കാണുവാനായിട്ട് അതിന് തെളിവുകളുണ്ട്. മർക്കോസിൻ്റെ സുവിശേഷം 3-ാം അധ്യായം അതിൻ്റെ 20-ഉം 21-ഉം വേദഭാഗങ്ങൾ വായിക്കുമ്പോഴും അവിടെ നമുക്ക് പ്രത്യേകാൽ കാണുവാനായിട്ട് കഴിയുന്നത് ഇപ്രകാരമാണ്: അവൻ വീട്ടിൽ വന്നു. അവർക്ക് ഭക്ഷണം കഴിപ്പാൻ പോലും വഹിയാതെ വണ്ണം പുരുഷാരം പിന്നെയും തിങ്ങിക്കൂടി വന്നു. അവൻ്റെ ചാർച്ചക്കാർ അത് കേട്ട് അവനെ ബുദ്ധിഭ്രമമുണ്ടേ എന്ന് പറഞ്ഞ് അവനെ പിടിപ്പാൻ വന്നു. യെരുശലേമിൽ നിന്ന് വന്ന ശാസ്ത്രിമാരും അവന് ബേൽസബൂലുണ്ടേ, ഭൂതങ്ങളുടെ തലവനെ കൊണ്ട് അവൻ ഭൂതങ്ങളെ പുറത്താക്കുന്നു എന്ന് പറഞ്ഞു. നോക്കിക്കേ, സഹോദരന്മാർ പോലും അവനെ അംഗീകരിക്കുന്നില്ല. ഇവിടെ ഇനിയിപ്പോൾ യോഹന്നാൻ്റെ സുവിശേഷം അതിൻ്റെ 7-ാം അധ്യായം 5-ാം വാക്യത്തിലേക്കൂടെ നമുക്ക് കടന്നു വരാം. അവിടെയും ഇപ്രകാരം എഴുതി വച്ചിട്ടുണ്ട്: അവൻ്റെ സഹോദരന്മാരും അവനിൽ വിശ്വസിച്ചില്ല. ഇത് വ്യക്തമായിട്ട് എഴുതിയിട്ടുണ്ട്. അപ്പോൾ യേശു കർത്താവിൻ്റെ ഉയർപ്പിന് ശേഷമാണ് അവർ ഇത് കർത്താവാണ് യഥാർത്ഥത്തിൽ ആയിരുന്നു എന്ന് വിശ്വസിച്ചത്. എന്നാൽ യേശുവിൻ്റെ സഹോദരനായിരുന്നു യൂദ എന്ന് തെളിയിക്കുവാൻ നമുക്കിവിടെ യാതൊരു ബുദ്ധിമുട്ടുകളുമില്ല. ഈ യൂദ ഈ കത്തെഴുതുമ്പോൾ വേദപുസ്തകത്തിൽ നമ്മൾ പരിശോധിച്ചാൽ പല യൂദാമാരെ കുറിച്ച് കാണുവാനായിട്ട് കഴിയും. എന്നാൽ ഈ കത്ത് എഴുതിയിരിക്കുന്ന യൂദ എന്തിനു വേണ്ടിയാണ് ഈ ലേഖനം താൻ എഴുതുന്നത്? സഭയിൽ ചില തെറ്റായ പഠിപ്പിക്കലുകൾ, ചില ഇടത്തൂടുകൾ ഒക്കെ കയറി പറ്റിയിട്ട് അവർക്കെതിരായിട്ട് ചില പ്രയാസങ്ങളുണ്ടായി എങ്കിൽ അതിനെ അതിവേഗം താൻ നേരിടുകയാണ്. അതിനായിട്ടാണ് താൻ ഈ ലേഖനം എഴുതുന്നത്. നമുക്ക് ഈ അധ്യായം ഇങ്ങനെ വിഭാഗിക്കുവാനായിട്ട് കഴിയും. അതിനെ നമുക്ക് 1-2 പാർട്ടുകളായിട്ട് തിരിക്കുമ്പോൾ അതിൻ്റെ 1-ാം അധ്യായം അതിൻ്റെ 1-ാം വാക്യം മുതൽ 16-ാം വാക്യം വരെ നമുക്ക് കാണുവാൻ കഴിയുന്ന ഇടത്തൂടുകാർക്കെതിരെയുള്ള ഒരു മുന്നറിയിപ്പാണ്. പിന്നീട് നമുക്ക് കാണുവാനായിട്ട് കഴിയുന്നത് അതിൻ്റെ 17-ാം വാക്യം മുതൽ 25-ാം വാക്യം വരെ സഹിച്ചു നിൽക്കുന്നതിനുള്ള ആഹ്വാനമാണ് ഇവിടെ യൂദ നൽകുന്നത്. അപ്പോൾ നമുക്ക് അത്രയേ ഉള്ളൂ പ്രത്യേകാൽ ഈ ഭാഗത്തെക്കുറിച്ച് പറയുവാനായിട്ട്. ധാരാളം വിവരിച്ച് പറയുവാനുണ്ടെങ്കിലും ഞാൻ ആ ഭാഗം അവിടെ അവസാനിപ്പിക്കുകയാണ്. ഇനി യൂദ എഴുതിയ ലേഖനത്തിലേക്ക് നമുക്ക് പ്രവേശിക്കാം. അതിൻ്റെ 1-2 വേദഭാഗങ്ങൾ നമുക്ക് വായിക്കാം. ഇവിടെ എഴുതിയിരിക്കുന്നത്: യേശുവിൻ്റെ ദാസനും യാക്കോബിൻ്റെ സഹോദരനുമായ യൂദ, പിതാവായ ദൈവത്തിൽ സ്നേഹിക്കപ്പെട്ടും യേശു ക്രിസ്തുവിനായി സൂക്ഷിക്കപ്പെട്ടും ഇരിക്കുന്നവരായ വിളിക്കപ്പെട്ടവർക്ക് എഴുതുന്നത്, നിങ്ങൾക്ക് കരുണയും സമാധാനവും സ്നേഹവും വർദ്ധിക്കുമാറാകട്ടെ. പ്രിയപ്പെട്ടവരെ, ഇത് നമുക്ക് പ്രത്യേകാൽ ഈ ഭാഗം കാണുവാനായിട്ട് കഴിയുന്നത് യൂദ ഇത് വ്യാജ ഉപദേഷ്ടാക്കൾക്കായിട്ട് എഴുതിയിരിക്കുന്നതായിട്ടുള്ള ഭാഗമാണ്. ഞാൻ പറഞ്ഞല്ലോ, ഇടത്തൂടുകൾ കയറി പറ്റിയതിനാൽ
വ്യാജ വാർത്തകളും വ്യാജ സന്ദേശങ്ങളും സഭയിൽ ധാരാളം ഉണ്ടാകുവാൻ തക്കവണ്ണം ഇടയായി. അപ്പോൾ ഈ വ്യാജ ഉപദേഷ്ടാക്കൾക്കെതിരെ ഇവിടെ യൂദായിക്ക് പ്രതികരിക്കേണ്ടതായിട്ടുള്ള ഒരു അവസരം ഉണ്ടാകുകയാണ്. അപ്പോൾ ഇവിടെ നമുക്ക് കാണുന്നത് യേശു ക്രിസ്തുവിൻ്റെ ദാസനും താൻ തന്നെ പരിചയപ്പെടുത്തുന്നത് ഇങ്ങനെയാണ്. അപ്പോസ്തലനായ പൗലോസിൻ്റെ ശൈലിയും ഇങ്ങനെ തന്നെയാണ്. താൻ ദാസനായിട്ടാണ്, തൻ്റെ സഹോദരൻ എപ്പോഴും വിശുദ്ധരായിട്ടും യേശു ക്രിസ്തുവിൻ്റെ ദാസനായിട്ടും എന്നൊക്കെയും തന്നെക്കുറിച്ച് പറയുന്നതായിട്ട് നമുക്ക് കാണുവാനായിട്ട് കഴിയുന്നുണ്ട്. ഇവിടെ യൂദായും അങ്ങനെ തന്നെയാണ് പറയുന്നത്. അപ്പോൾ താൻ ദാസനെന്ന് വിളിക്കുകയാണ്. അപ്പോൾ യാക്കോബിൻ്റെ സഹോദരനാണെന്ന് താൻ പരിചയപ്പെടുത്തുന്നു. അപ്പോൾ തന്നെ ഇവിടെ യേശു ക്രിസ്തുവിൻ്റെ ദാസനാണെന്നും താൻ തന്നെക്കുറിച്ച് പറയുകയാണ്. അപ്പോൾ ഇവിടെ യാക്കോബും യൂദായും യേശുവിൻ്റെ ഇളയ സഹോദരന്മാരായിരുന്നു എന്ന് നമ്മൾ മർക്കോസിൻ്റെ സുവിശേഷം 6-ാം അധ്യായം 3-ാം വാക്യത്തിലൂടെ കാണുവാനായിട്ട് കഴിഞ്ഞു. യാക്കോബിൻ്റെ സഹോദരനുമായ യൂദ പിതാവായ ദൈവത്തിൽ സ്നേഹിക്കപ്പെട്ടും യാക്കോബ് തന്നെത്താൻ പരിചയപ്പെടുത്തുകയാണ്. താൻ ഉയർത്തുവാൻ താൻ ആഗ്രഹിക്കാതെ തന്നെ ഏറ്റവും താഴ്ത്തി ഒരു ദാസൻ എന്നുള്ള രൂപത്തിൽ താൻ പറയുന്നു. അപ്പോൾ തന്നെ താൻ യേശുവിൻ്റെ സഹോദരൻ എന്ന് വിളിക്കപ്പെടുവാൻ അവകാശമുണ്ടായിട്ടും യേശുവിൻ്റെ ദാസൻ എന്ന് താൻ പറയുകയാണ്. അത് തൻ്റെ എളിമയാണ് നമുക്കവിടെ കാണുവാനായിട്ട് കഴിയുന്നത്, അല്ലേ? അപ്പോൾ യാക്കോബിനൊപ്പം തന്നാക്കുന്നില്ല. ഇവിടെ നമുക്ക് കാണുവാനായിട്ട് കഴിയുന്നത് 2ാം സ്ഥാനം കൊണ്ട് താൻ തൃപ്തിപ്പെട്ടു എന്ന് വെച്ച് കഴിഞ്ഞാൽ താനൊരു വലിയ സ്വയപരിചയം യേശുവിൻ്റെ സഹോദരനാണ്. നമ്മൾ ഇന്ന് കണ്ടുവരുന്നത് പലയിടങ്ങളിലും സ്റ്റേജുകളിലൊക്കെ ശുശ്രൂഷകൾ നടക്കുമ്പോൾ ആരേക്കും ദൈവദാസന്മാർ ഇൻട്രൊഡ്യൂസ് ചെയ്യുമ്പോൾ ഇന്നിടത്ത് ഇന്ന സഹോദരൻ ഇന്ന അതേ ലെവലിൽ വലിയ സ്ഥാനങ്ങൾ നൽകി. ഇല്ലായെങ്കിൽ നമുക്ക് ആ സഭയിൽ ശുശ്രൂഷിക്കാൻ ചെല്ലുമ്പോൾ ആ ദൈവദാസനുമായിട്ടോ അവിടെ ആരെങ്കിലും ഒക്കെ ആയിട്ടോ പരിചയങ്ങളുണ്ടെങ്കിൽ നമ്മെ തന്നെ നാം ഇൻട്രൊഡ്യൂസ് ചെയ്യുമ്പോൾ വലിയ ഉന്നതമായ നിലവാരത്തിൽ നാം ഇൻട്രൊഡ്യൂസ് ചെയ്യുവാനിടയാകും. പ്രിയപ്പെട്ടവരെ, ഇവിടെ ഒരു വലിയ മാതൃകയായിട്ട് എനിക്ക് കാണുവാനായിട്ട് കഴിയുന്നത് യൂദ തൻ്റെ യേശുവിൻ്റെ ദാസൻ എന്നാണ് തന്നെ കൊണ്ട് പറയുവാനിടയായത്. താൻ അപ്രകാരം തന്നെ ഒന്നുമില്ലാത്ത അവസ്ഥയിൽ താൻ ഏൽപ്പിച്ചു കൊടുക്കുന്ന ഒരവസ്ഥയാണ്. എനിക്കത് വളരെ ഒരു മാതൃകയായിട്ടാണ് കാണുവാനായിട്ട് കഴിയുന്നത്. അപ്പോൾ ഇവിടെ കാണുന്നത് ക്രിസ്തുവിനായി സൂക്ഷിക്കപ്പെട്ടിരിക്കുന്നവരായി വിളിക്കപ്പെട്ടവർക്ക് എഴുതുന്നത്. ഇനി അതിൻ്റെ 3-ാമത്തെ വാക്യത്തിലേക്ക് നമ്മൾ കടന്നു വരുമ്പോൾ നമുക്ക് കാണുന്നത് പ്രിയരെ, നമുക്ക് പൊതുവിലുള്ള രക്ഷയെക്കുറിച്ച് നിങ്ങൾക്ക് എഴുതുവാൻ സകല പ്രയത്നവും ചെയ്യുകയിൽ വിശുദ്ധന്മാർക്ക് ഒരിക്കലായിട്ട് ഭരമേൽപ്പിച്ചിരിക്കുന്ന വിശ്വാസത്തിന് വേണ്ടി പോരാടേണ്ടതിന് പ്രബോധിപ്പിച്ചെഴുതുവാൻ ആവശ്യമെന്ന് എനിക്ക് തോന്നി. അപ്പോൾ ഇവിടെ യൂദ തൻ്റെ ഹൃദയത്തിൻ്റെ ഒരു വാഞ്ച പറയുകയാണ്. കാരണം അവിടെ ഈ ലേഖനം അന്ന് താൻ എഴുതിയത് ക്രിസ്ത്യാനികൾക്ക് വേണ്ടിയാണ്. ഈ ലേഖനം എഴുതുവാനാണ് യൂദ ആദ്യം ഉദ്ദേശിച്ചത്. എന്നാൽ ആ സമയത്തെ ഞാൻ മുന്നമേ ഓർമ്മിപ്പിച്ചുവല്ലോ, ദൈവസഭയ്ക്കകത്തെ വ്യാജ ഉപദേഷ്ടാക്കൾ നുഴഞ്ഞു കയറി അറിവ് പ്രാപിച്ചെടുത്തിട്ട്, ഈ തിരിച്ചറിവ് പ്രാപിച്ചെടുത്തിട്ട് ഈ ഉപദേശം ശരിയല്ല എന്ന് മനസ്സിലാക്കി ഇതിനെതിരെ ഒരു പ്രതികരണമാണ് യൂദ ഇവിടെ ചെയ്യുവാൻ തക്കവണ്ണം ഇടയായത്. അപ്പം ഈ ചെറിയൊരു ലേഖനമാണ്. ഒരു പക്ഷെങ്കിൽ ഒരു വിശാലമായ ലേഖനം എഴുതുവാൻ ആഗ്രഹിച്ചതായിരിക്കാം. പക്ഷെങ്കിൽ ഒരു അത്യാവശ്യ ഘട്ടത്തിൽ ആ ദൈവസഭയ്ക്ക് ഒരു വലിയ വ്യത്യാസം വരേണ്ടത് ആവശ്യമാകിയാൽ ഈ ഒരു ചെറിയ ലേഖനം അവർക്ക് വേണ്ടി എഴുതുകയാണ്. ഈ ചെറിയ ലേഖനം എഴുതുന്നതിൻ്റെ പിൻപിലെ ഉദ്ദേശ്യം ഞാൻ പറഞ്ഞല്ലോ. പെട്ടെന്ന് ഈ ആളുകളെ പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കണം. വ്യാജ ഉപദേഷ്ടാക്കൾ ദൈവസഭയ്ക്കകത്ത് കടന്നു വന്നിട്ട് വേണ്ടാത്ത ഉപദേശങ്ങൾ പഠിപ്പിക്കുമ്പോൾ അവർ അതിൽ പെട്ടുപോകാതെ വിശ്വാസത്തിന് വേണ്ടി പോരാടണം. അതായത് സുവിശേഷത്തിൻ്റെ ശരിയായ ഉപദേശം കാക്കുവാൻ തങ്ങളെ തന്നെ വിശ്വാസത്തിൽ കാത്തുകൊള്ളേണ്ടതിനും അവർ വിശ്വാസത്തിൽ ഉറച്ചു നിൽക്കേണ്ടതിനും അവരെ പ്രബോധിപ്പിക്കുകയാണ് ഈ ലേഖനത്തിൻ്റെ പിൻപിലെ തൻ്റെ ഉദ്ദേശ്യം. പ്രിയപ്പെട്ടവരെ, ഇത് എഴുതുമ്പോൾ തന്നെ എന്ത് ചെയ്യുകയാണ്? തൻ്റെ വിശ്വാസം ഈ ജനത്തിലെ
വർദ്ധിപ്പിക്കേണ്ടതിന് അവരോട് പറയുമ്പോൾ ഈ സുവിശേഷം വിശുദ്ധന്മാർക്ക് ഒരിക്കലായിട്ട് ഫലമേൽപ്പിച്ചിരിക്കുന്നതാകുന്നുവെന്ന്, വിശുദ്ധന്മാരെന്ന് ഉദ്ദേശിക്കുന്നത് വിശ്വാസികളെയാണ്, അവർക്ക് ഒരിക്കലായിട്ട് ഫലമേൽപ്പിച്ചിരിക്കുന്നതാകുന്നുവെന്ന് താൻ ഇവിടെ എടുത്ത് ഊന്നി പറയുവാൻ തക്കവണ്ണം ഇടയായിട്ടുണ്ട്. ആകയാൽ വിശുദ്ധന്മാർക്ക് ഒരിക്കലായിട്ട് ഫലമേൽപ്പിച്ചിരിക്കുന്ന വിശ്വാസത്തിന് വേണ്ടി എന്ത് ചെയ്യണം? പോരാടണം എന്നുള്ളതാണ്. അതുകൊണ്ട് ഇവിടെ താൻ ഒരു വിശ്വാസത്തിന് വേണ്ടി ഒരു പോരാട്ടം നടത്തുവാൻ ഇവിടുത്തെ ആ സഭയെ താൻ ഉദ്ബോധിപ്പിക്കുകയാണ്. പ്രിയപ്പെട്ടവരെ, നമുക്കെല്ലാവർക്കും അറിയാം, വളരെ ഈ ദിവസക്കാലങ്ങളിൽ ദുർദിവസങ്ങളാണ്. ദൈവഹിതം അല്ലാത്ത കാര്യങ്ങൾ നടക്കുന്ന, തെറ്റായ പഠിപ്പിക്കലുകൾ നടക്കുന്ന സാഹചര്യമാണ്. അതുകൊണ്ട് ഈ ദിവസങ്ങൾ നാം വളരെ ശ്രദ്ധാലുക്കളായിരിക്കണം. ഒരിക്കലായി ഭരമേൽപ്പിക്കപ്പെട്ടിരിക്കുന്ന സുവിശേഷം, നമുക്ക് വേണ്ടി ലഭിക്കപ്പെട്ടിരിക്കുന്ന തിരുവചനം നാം അതിശ്രദ്ധയോട് ഈ ദിവസങ്ങളിൽ പഠിക്കുകയും അതിനനുസരിച്ച് നമ്മുടെ ക്രിസ്തീയ ജീവിതം നയിക്കുവാൻ നാം ശ്രദ്ധാലുക്കളായിരിക്കുകയും ചെയ്യേണ്ടത് അത്യാവശ്യമാണ്. 4-ാം വാക്യത്തിലേക്ക് വരുമ്പോൾ, നമ്മുടെ ദൈവത്തിൻ്റെ കൃപയെ ദുഷ്കാമ പ്രവൃത്തിക്ക് ഹേതുവാക്കി ഏകനാഥനും നമ്മുടെ കർത്താവുമായ യേശു ക്രിസ്തുവിനെ നിഷേധിക്കുന്ന അഭക്തരായ ചില മനുഷ്യർ നുഴഞ്ഞു വന്നിരിക്കുന്നു. അവരുടെ ഈ ശിക്ഷാവിധി പണ്ട് തന്നെ എഴുതിയിരിക്കുന്നു. ഇവിടെ താൻ ഇപ്രകാരം പറയുക, നമുക്ക് കാണുവാനായിട്ട് കഴിയുന്നത് ഇവിടെ വളരെ വളരെ ദൈവകൃപ ആവശ്യമാണ്. അപ്പം നമുക്ക് 2 പത്രോസ് അതിൻ്റെ 2-ാം അധ്യായം 1 മുതൽ 3 വരെയുള്ള വേദഭാഗം വായിക്കുമ്പോൾ ഈ പത്രോസിൻ്റെ ലേഖനവുമായിട്ട് തൻ്റെ ഈ വാക്യത്തിൽ വലിയ സാമ്യമുണ്ട്. തന്നെ ആ ജനത്തോട് പറയുന്നതായിട്ടുള്ളൊരു കാര്യമുണ്ട്. നമുക്ക് വായിക്കാം. അതിൻ്റെ അകത്ത് ഇപ്രകാരം എഴുതിയിരിക്കുന്നു: എന്നാൽ കള്ളപ്രവാചകന്മാരും ജനത്തിൻ്റെ ഇടയിൽ ഉണ്ടായിരുന്നു. അങ്ങനെ നിങ്ങളുടെ ഇടയിലും ദുരുപദേഷ്ടാക്കന്മാർ ഉണ്ടാകും. അവർ നാശകരമായ മതഭേദങ്ങളെ നുഴയിച്ച് തങ്ങളെ വിലയ്ക്കു വാങ്ങിയ നാഥനെ തള്ളിപ്പറഞ്ഞ് തങ്ങൾക്ക് തന്നെ ശീഘ്രനാശം വരുത്തും. അവരുടെ ദുഷ്കാമ പ്രവൃത്തികളെ പലരും അനുകരിക്കും. അവർ നിമിത്തം സത്യമാർഗം ദുഷിക്കപ്പെടും. അവർ ദ്രവ്യാഗ്രഹത്തിൽ കൗശലവാക്ക് പറഞ്ഞ് നിങ്ങളെ വാണിഭമാക്കും. അവർക്ക് പൂർവകാലം മുതൽ ന്യായവിധി താമസിയാതെ വരുന്നു. അവരുടെ നാശം ഉറങ്ങുന്നതുമില്ല. പ്രിയപ്പെട്ടവരെ, ഈ ഭാഗം നമുക്ക് വളരെ ചിന്തനീയമാണ്. ഇന്ന് നമുക്ക് ഈ ഭാഗം ചിന്തിക്കുമ്പോൾ കാണുവാനായിട്ട് കഴിയുന്നത്, ഈ പത്രോസിൻ്റെ ലേഖനം എഴുതുന്ന സമയത്തും പത്രോസും ഈ കാര്യങ്ങളെ നേരിട്ടതാണ്. ദുരുപദേഷ്ടാക്കന്മാരുടെ അവസ്ഥ ഈ 2-ാം അധ്യായത്തിലേക്ക് പ്രവേശിക്കുമ്പോൾ, അന്ന് പഴയ നിയമകാലത്തും ഈ കാലത്തും ഈ ദുരുപദേഷ്ടാക്കന്മാരുണ്ട്. അപ്പം കള്ളപ്രവാചകന്മാര് അന്നും ഉണ്ടായിരുന്നു, ഇന്നുമുണ്ട്. അന്നു മുതൽ ഇന്ന് വരെയും ഈ കള്ളപ്രവാചകന്മാരും ദുരുപദേഷ്ടാക്കന്മാരും എല്ലാ തലമുറയിലും ഇങ്ങനെ വിലസിക്കൊണ്ടിരിക്കുകയാണ്. അവർ നാശമായ വ്യാജ ഉപദേശങ്ങൾ രഹസ്യമായിട്ട് ജനത്തെ പഠിപ്പിക്കുകയാണ്. ഞാൻ പറയട്ടെ, തെറ്റായ ഉപദേശങ്ങൾ രഹസ്യമായി കൊണ്ടുവന്നിട്ട് പലരെയും തെറ്റിക്കുകയാണ്. അത് അവരുടെ വിശ്വാസം മാത്രമല്ല, അവരെ കേൾക്കുന്നവരുടെ വിശ്വാസം പോലും നശിപ്പിക്കുന്ന അവസ്ഥയിൽ അവർ ഉപദേശിക്കും. അതുകൊണ്ട് ദുരു ഉപദേഷ്ടാക്കന്മാരിൽ നിന്നും രക്ഷപ്പെടേണ്ടത് അത്യാവശ്യമാകയാൽ ഈ ദുരു ഉപദേഷ്ടാക്കളെക്കുറിച്ച് ജനം വ്യക്തമായി മനസ്സിലാക്കേണ്ടതിന് അപ്പോസ്തലനായ യൂദ ഈ ലേഖനം അവർക്ക് തൻ്റെ ജനത്തിന് എഴുതുകയാണ്. കർത്താവ് തൻ്റെ സ്വന്തം രക്തം തന്ന് നമ്മൾ വിലയ്ക്ക് വാങ്ങിയതാണ്. അപ്പോൾ അവൻ്റെ വകയായ നമ്മൾ ഈ വന്നവരും ഈ ദുരുപദേഷ്ടാക്കന്മാരും ഒരിക്കൽ ക്രിസ്തുവിനെ അനുഗമിച്ചവരായിരുന്നു. എന്നാൽ ഇപ്പോൾ സത്യത്തിൽ നിന്നവർ മാറിപ്പോയി. അവർ സത്യത്തെ എതിർത്തു. അങ്ങനെയുള്ളവർ ഇപ്പോഴും ക്രിസ്തുവിനെ എന്ത് ചെയ്തുകൊണ്ടിരിക്കുകയാണ്? തള്ളിപ്പറഞ്ഞുകൊണ്ടിരിക്കുക. കാരണം ദൈവവചനം സത്യമാണ്. ആമേൻ. കർത്താവ് സത്യമാണ്. യോഹന്നാന്റെ സുവിശേഷം 14-ാം അധ്യായം 6-ാം വാക്യം വായിക്കുമ്പോൾ ഇത് വ്യക്തമായിട്ട് നമുക്കവിടെ കാണുവാനായിട്ട് കഴിയുന്നുണ്ട്. അപ്പോൾ ക്രിസ്തുവിനെ തള്ളിപ്പറയുമ്പോൾ അവർ തങ്ങൾക്ക് തന്നെ നാശം
വരുത്തി വെക്കുകയാണ് പ്രിയപ്പെട്ടവരെ. ഇന്ന് ഞാൻ ചിന്തിക്കുകയാണ്, ഈ ഭാഗങ്ങളൊക്കെ നമ്മൾ ശ്രദ്ധിക്കുമ്പോൾ ഇന്നത്തെ ദിവസകാലങ്ങൾ വളരെ ശ്രദ്ധയോടെ ഇത് ദുഷ്കാലമാക്കിയാൽ സമയം നാം തക്കത്തിൽ വിനിയോഗിക്കണം. നമ്മളെ തെറ്റിക്കേണ്ടതിന് ദുഷ്ടനാരെ വിഴുങ്ങേണ്ടുവെന്ന് നോക്കി ഭൂമിയിലൊക്കെ മൂടാടി സഞ്ചരിച്ചു കൊണ്ടിരിക്കുകയാണ് പ്രിയപ്പെട്ടവരെ. നമ്മുടെ ജീവിതത്തിൽ പ്രലോഭനങ്ങൾ ഇട്ടുകൊണ്ട്, പരിശോധനകൾ ഇട്ടുകൊണ്ട്, പ്രതികൂലങ്ങൾ ഇട്ടുകൊണ്ട് ദുഷ്ടനായവൻ നമുക്ക് വിരോധമായി പ്രവർത്തിക്കുമ്പോൾ അവൻ്റെ വലയിൽ കുടുങ്ങിപ്പോകാതിരിപ്പാൻ നാം ശ്രദ്ധാലുക്കളായിരിക്കണം. അതാണിവിടെ യൂദ ആഗ്രഹിക്കുകയും വാഞ്ചിക്കുകയും തൻ്റെ ജനത്തോട് ഉദ്ബോധിപ്പിക്കുകയും ചെയ്യുന്നത്. ക്രിസ്തുവിൻ്റെ സുവിശേഷത്തെ ദുഷിക്കാനിടയാകാതെ സഭയ്ക്ക് ആത്മാഭിവൃദ്ധി ഉണ്ടാകണം, ജനത്തിന് കൃപയുണ്ടാകണം. എന്നാൽ പ്രിയപ്പെട്ടവരെ, അന്നേ കാലത്തും ഇന്നേ കാലത്തും ദുഷ്പ്രവർത്തിക്കാരും ദുരുപദേഷ്ടാക്കളും ധാരാളമുണ്ട്. ഇത് ഞാൻ പലപ്പോഴും ചിന്തിക്കാറുണ്ട്. ക്രിസ്തുവിൻ്റെ സുവിശേഷം ദുഷിക്കപ്പെടുന്നത് പലപ്പോഴും പുറത്തുള്ളവരെ കൊണ്ടല്ല, പലപ്പോഴും സഭയ്ക്കകത്തുള്ള വ്യക്തി ജീവിതങ്ങളെ കൊണ്ട് ഉണ്ടാകുന്നുണ്ട്. അതുകൊണ്ട് ദുരുപദേഷ്ടാക്കളെ, കള്ളപ്രവാചകന്മാരെ വിശ്വസിക്കുന്ന, അവരെ അനുഗമിക്കുന്ന, അവരുടെ ലജ്ജാകരമായ പ്രവർത്തികളെ അനുകരിക്കുന്ന വ്യക്തി ജീവിതങ്ങൾ ക്രിസ്തുവിൻ്റെ നാമത്തിന് അപമാനം വരുത്തുകയാണ്. ഞങ്ങളുടെ കോട്ടയത്തേക്കൊക്കെ നിങ്ങളൊന്ന് വന്നാൽ മതി. എന്തെല്ലാം പരിപാടികളാണ് നടക്കുന്നതെന്നറിയാമോ ദൈവമക്കളെ? നിങ്ങൾ സൈക്കിളിൽ വന്നാൽ നിങ്ങൾക്ക് കാറും കൊണ്ടുപോകാം. ഇന്ന് പ്രോസ്പെരിറ്റി തിയോളജിയാണ്, കഷ്ടമില്ലാത്ത സുവിശേഷം. പ്രിയപ്പെട്ടവരെ, ഒരിക്കലുമല്ല. കർത്താവ് നമ്മൾക്ക് മാതൃക കാട്ടിയിട്ട് പോയതാണ്. ആകയാൽ ഈ ദിവസങ്ങളിൽ ഈ കള്ളപ്രവാചകന്മാരെയും ദുരുപദേഷ്ടാക്കന്മാരെയും അവരുടെ പഠിപ്പീരുകളെയും നാം തിരിച്ചറിയേണ്ടതാണ്. ഇന്നേക്കാലം ഞാൻ പറയട്ടെ, വിശ്വാസ സമൂഹമെന്ന് പറയുന്ന ആളുകൾക്ക് പാട്ടിലും പ്രാർത്ഥനയിലും ആരാധനയിലും ഒതുങ്ങിക്കൂടി കൃപാവര ശുശ്രൂഷകളെല്ലാം ഒതുങ്ങിപ്പോയി. ഈ വിവേചനത്തിൻ്റെ ആത്മാവിനെ പ്രാപിച്ചെടുക്കേണ്ടത് അത്യാവശ്യമാണ്. ഈ കാലഘട്ടത്തിൽ വിവേചനത്തിൻ്റെ ആത്മാവിനെ ഉള്ളവർ തുലവും കുറവാണ് പ്രിയപ്പെട്ടവരെ. ഞാൻ അടച്ചാക്ഷേപിക്കുന്നുവെന്ന് നിങ്ങൾ ചിന്തിക്കരുത്. ദൈവദാസന്മാർക്ക് പോലും പലപ്പോഴും വിവേചിച്ചറിയുവാൻ കഴിയാത്ത അവസ്ഥകൾ സഭയിൽ കടന്നു വരുന്നവരെ, ദൈവ മക്കളെ, പ്രവാചകന്മാരെ, സുവിശേഷകന്മാരെ ശുശ്രൂഷിക്കുവാൻ കടന്നു വരുന്നവരെ പലപ്പോഴും തിരിച്ചറിയുവാൻ കഴിയാത്ത, വിവേചിക്കുവാൻ കഴിയാത്ത അവസ്ഥ. ഞാൻ എപ്പോഴും പറയും, എത്ര കൃപാവരങ്ങളുണ്ടെങ്കിലും വിവേചനവരം പ്രാപിച്ചെടുക്കണം. ഒരു വ്യക്തിയെ കണ്ടാൽ വിവേചിക്കുവാൻ നമുക്ക് കഴിയണം. അങ്ങനെ സാധിച്ചാൽ ദൈവമക്കളെ, നമ്മളിലും തെറ്റുകൾ ഉണ്ടാകാം. എന്നാൽ ഈ കുടുക്കിൽപ്പെടാതെ വണ്ണം നമുക്ക് രക്ഷപ്പെടുവാൻ തക്കവണ്ണം ഇടയാകും. അതുകൊണ്ട് നമുക്ക് ഒരുവൻ്റെ പെരുമാറ്റം എങ്ങനെയാണെന്ന് കാണുമ്പോൾ നമുക്ക് വ്യക്തമായിട്ട് ഈ വിവേചനമുള്ള വ്യക്തിക്ക് മനസ്സിലാകുവാനായിട്ട് കഴിയും. അതുകൊണ്ട് നമ്മുടെ ദൈനംദിന ജീവിതത്തിൽ നാം ചിന്തിക്കേണ്ട ഒരു കാര്യമാണ് ഈ ദുരുപദേശം. നമുക്ക് പുതിയ നിയമത്തിൽ പല ഭാഗങ്ങളിലും എതിർത്ത് കാണുവാനായിട്ട് കഴിയുന്നുണ്ട്. ആ ഭാഗത്തേക്കൊന്നും ഞാൻ പോകുന്നില്ല. വളരെ ദീർഘിക്കും നമ്മുടെ പഠനമാകയാൽ കഴിഞ്ഞ നാളുകളിലൊക്കെ കൊലോസ്യ ലേഖനമൊക്കെ വളരെ വിശദമായിട്ടാണ് ഞാൻ പഠിപ്പിച്ചത്. എന്നാൽ സമയം, അതിൻ്റെ സാഹചര്യങ്ങൾ എനിക്കതിന് അനുവദിക്കായികയാൽ ഈ ദിവസങ്ങളിൽ ഈ ചെറിയൊരു ലേഖനം അതിവേഗം നമുക്ക് ചിന്തിച്ച് കുറച്ച് ക്ലാസ്സുകൾക്കുള്ളിൽ തീർക്കാമെന്നാണ് ഞാൻ കർത്താവിൽ ശരണപ്പെടുന്നത്. ആകയാൽ ഈ ദുരുപദേശം ആ ആളുകളുടെ ഇടയിൽ വരുമ്പോൾ അത് വിലക്കേണ്ടത്, അതിലാരും വീഴാതെ വണ്ണം തന്നെത്താൻ സൂക്ഷിച്ചു കൊള്ളേണ്ടതിന് വ്യക്തികളെ ഒരുക്കുക എന്നുള്ളതാണ് ഇവിടെ തനിക്ക് നിക്ഷിപ്തമായിരിക്കുന്ന കർത്തവ്യം. അതുകൊണ്ട് വിശ്വാസത്തിന് വേണ്ടി പോരാടേണ്ടതിന് താൻ ഇവിടെ ഒരിക്കലായി ഫലമേൽപ്പിച്ചിരിക്കുന്ന സുവിശേഷം വിശ്വാസികൾ നഷ്ടമാക്കാതിരിപ്പാൻ അവരെ ഓർമ്മിപ്പിക്കുകയാണ്. നമുക്ക് 4-ാം വാക്യത്തിലേക്ക് വരുമ്പോൾ കാണുവാനായിട്ട് ഇപ്രകാരം കഴിയുന്നുണ്ട്: നമ്മുടെ ദൈവത്തിൻ്റെ കൃപയെ ദുഷ്കാമ പ്രവൃത്തിക്ക് ഹേതുവാക്കി ഏകനാഥനും നമ്മുടെ കർത്താവുമായ യേശു ക്രിസ്തുവിനെ നിഷേധിക്കുന്ന അഭക്തരായ ചില മനുഷ്യർ നുഴഞ്ഞു വന്നിരിക്കുന്നു.
പ്രൈസ് ദി ലോർഡ്. സഭയ്ക്കകത്ത് ഇങ്ങനെയുള്ളവർ നുഴഞ്ഞ് കയറുകയാണ്. അപ്പോൾ ഒരാൾ എത്രമാത്രം പാപം ചെയ്താലും ഇവരുടെ തെറ്റായ പഠിപ്പിക്കൽ എന്താണെന്നറിയാമോ? ദൈവകൃപ അതിൻ്റെ മേലുണ്ട്. പാപം ചെയ്താൽ ദൈവം ക്ഷമിച്ചോളും. അതുകൊണ്ട് പാപത്തിന് ലൈസൻസ് കിട്ടിയിരിക്കുക. എത്ര പാപം ചെയ്താലും കർത്താവ് നമുക്ക് വേണ്ടി ക്ഷമ നൽകുവാൻ കാൽവറിയിൽ മരിച്ചില്ലയോ? ഞാൻ ഒരിക്കൽ ഒരു പാരമ്പര്യ സഭയിലെ പെന്തക്കോസ്റ്റ് സഭയാണ്, ആ പ്രസ്ഥാനത്തിൻ്റെ പേര് പറയാൻ ആഗ്രഹിക്കുന്നില്ല. അവിടെയുള്ള ഒരു കർത്താവിൻ്റെ ദാസൻ എന്നെ ഉപവാസ പ്രാർത്ഥനയ്ക്കായി ശുശ്രൂഷയ്ക്കായി ക്ഷണിച്ച് ഞാൻ കടന്നുപോയി. അന്ന് സംസാരിച്ചതിന് ശേഷം ആ സഭയിലെ സെക്രട്ടറിയുമായിട്ട് അല്പസമയം സംസാരിക്കേണ്ടതായ അവസരമുണ്ടായി. ഞാൻ അദ്ദേഹത്തോട് ചോദിച്ചു. അദ്ദേഹത്തിൻ്റെ കയ്യിൽ അല്പമല്ലാത്ത പാപ സ്വഭാവങ്ങളുണ്ടായിരുന്നു. ദൈവാത്മാവ് വെളിപ്പെടുത്തിയപ്പോൾ ഞാൻ അദ്ദേഹത്തോട് ചോദിക്കുകയുണ്ടായി, ഇത് ചെയ്യുന്നത് തെറ്റല്ലേ? ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിനെ ദുഃഖിപ്പിക്കുകയല്ലേ? ദൈവം വസിക്കുന്ന ആലയത്തെ നാം വിശുദ്ധിയിൽ സൂക്ഷിക്കേണ്ടതല്ലയോ? ചോദിച്ചപ്പോൾ അദ്ദേഹം എന്നോട് പറഞ്ഞത് ഇങ്ങനെയാണ്: ഒരിക്കലായി കർത്താവ് മരിച്ചു, അത് സത്യമാണ്. എന്നാൽ നാം ചെയ്ത പാപത്തിന് വേണ്ടിയും ചെയ്തുകൊണ്ടിരിക്കുന്ന പാപത്തിന് വേണ്ടിയും ഇനി ചെയ്യാനിരിക്കുന്ന പാപത്തിന് വേണ്ടിയുമാണ് കർത്താവ് മരിച്ചത്. നല്ല ന്യായമല്ലേ? ഞാൻ ചോദിച്ചു, അതുകൊണ്ട് ഇനിയും താങ്കളുടെ പാപ സ്വഭാവം തുടർന്നു കൊണ്ടിരിക്കുന്നുവോ? എന്താണ് അതിന് തെറ്റ്? ദൈവം ക്ഷമിക്കുമല്ലോ, ഇനിയും ക്ഷമിച്ചു കൊണ്ടിരിക്കുമല്ലോ ചെയ്യാനിരിക്കുന്ന പാപത്തിന്. പ്രിയപ്പെട്ടവരെ, പലരും ഇങ്ങനെയുള്ള ന്യായവാദങ്ങൾ മുഴക്കിക്കൊണ്ട് പല യുക്തികളും നാം പറഞ്ഞുകൊണ്ട് രക്ഷപ്പെടുവാൻ ശ്രമിക്കുമ്പോൾ പാപത്തിൻ്റെ ശിക്ഷ ഹല്ലേലൂയ നമുക്ക് ലഭിക്കും. ഹല്ലേലൂയ. പാപത്തിൻ്റെ ശമ്പളം എന്താണ്? റോമാലേഖനം പറയുന്നത് അത് മരണമെന്നുള്ളതാണ്. പ്രൈസ് ദി ലോർഡ്. ഇപ്പോൾ വെളിപ്പാട് പുസ്തകമാണ് ബൈബിൾ ക്ലാസ്സിൽ പഠിപ്പിച്ചു കൊണ്ടിരിക്കുന്നത്. ആകയാൽ വെളിപ്പാട് പുസ്തകം 21 അധ്യായം വളരെ ചിന്തിക്കേണ്ട ഒരു കാര്യമാണ്. ആമേൻ. 20 അധ്യായത്തിൻ്റെ ലാസ്റ്റ് ഭാഗമൊക്കെ ഒരു ജീവന്റെ പുസ്തകത്തിൽ പേരെഴുതി കാണാത്ത ഏവനെയും തീപ്പൊയ്കയിൽ തള്ളിയിടും. പ്രിയപ്പെട്ടവരെ, ജീവന്റെ പുസ്തകത്തിൽ പേരെഴുതി കർത്താവിനെ അറിഞ്ഞ് കടന്നു വന്നിട്ടും വീണ്ടും പാപത്തിന് അധീനപ്പെട്ട് കഴിഞ്ഞാൽ ഇത് കുഴപ്പമില്ല എന്നുള്ളതാണ് ഈ ഇടത്തൂടുകളുടെ പഠിപ്പീര്. തെറ്റായ പഠിപ്പീരുകളാണ്. അതുകൊണ്ട് നിങ്ങൾ പാപം ചെയ്യുന്നത് ഒരു പ്രശ്നമല്ല എന്ന് ഇടത്തൂടുകൾ പഠിപ്പിക്കുക. അതിനാൽ ഒരു ക്രിസ്ത്യാനിക്ക് തോന്നിയതുപോലെ ജീവിക്കാം എന്നാണ് ഇവർ ഉപദേശിച്ചത്. പ്രിയപ്പെട്ടവരെ, ഒരിക്കലും അത് സാധിക്കുമോ? ക്രിസ്ത്യാനിക്ക് അങ്ങനെ ചെയ്യാൻ പറ്റുമോ? പ്രൈസ് ദി ലോർഡ്. ദൈവത്തിൻ്റെ ആത്മാവ് ദുഃഖിക്കുന്നു എന്നുള്ള ആ വ്യക്തമായ കാര്യം നാം മനസ്സിലാക്കണം. പ്രൈസ് ദി ലോർഡ്. നമുക്കതിനുള്ള അനുവാദമില്ല. നമുക്ക് റോമാലേഖനം 6 അധ്യായത്തിലേക്ക് കടന്നു വരാം. അതിൻ്റെ 1-2 വാക്യങ്ങൾ വായിക്കാം. ഇവിടെ അപ്പോസ്തലനായ പൗലോസ് ഒരു ചോദ്യം ചോദിക്കുന്നുണ്ട്. ആകയാൽ നാം എന്തു പറയേണ്ടു? കൃപ പെരുകേണ്ടതിന് പാപം ചെയ്തുകൊണ്ടിരിക്കുക എന്നോ? ഒരു നാളും അരുത്. പാപസംബന്ധമായി മരിച്ചവരായ നാം ഇനി അതിൽ ജീവിക്കുന്നത് എങ്ങനെ? നോക്കിക്കേ, ഇവിടെ ചോദിക്കുന്ന നാം എന്ത് പറയേണ്ടു? കൃപ പെരുകേണ്ടതിനാണോ ഇനി പാപം ചെയ്തുകൊണ്ടിരിക്കുന്നത്? പ്രിയപ്പെട്ടവരെ, അങ്ങനെയല്ല. പാപം ചെയ്യുമ്പോൾ കൃപ പെരുകാൻ, ഇനി കൃപ കിട്ടും. ആമേൻ. അതുകൊണ്ട് ഇനി പാപം ചെയ്തു കൊള്ളാം എന്നല്ല, പാപം ചെയ്യാനുള്ള ലൈസൻസുമല്ല, മറിച്ച് അന്നേ കാലത്ത് ഹല്ലേലൂയ കൃപ പെരുകിക്കൊണ്ടിരിക്കുമ്പോൾ നാം ഇനി പാപത്തിൽ പെട്ടു പോകരുതേ എന്നാണ് അപ്പോസ്തലൻ അവിടെ ഉപദേശിക്കുന്നത്. അതുകൊണ്ട് ദൈവമക്കളെ, പലപ്പോഴും ലൈസൻസായിട്ട് എടുക്കുന്ന പ്രിയപ്പെട്ടവരോട് എനിക്ക് പറയുവാനുള്ളത്, നാം പാപം ചെയ്യുവാൻ ഇടയാകരുതേ. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ദൈവാത്മാവ് ഇവിടെ ഈ റോമാലേഖനത്തിൽ വളരെ ആമേൻ വ്യാഖ്യാനങ്ങൾ നമുക്ക് നൽകുന്നുണ്ട്. ഞാൻ ആ വേദഭാഗത്തേക്ക് അല്പസമയത്തേക്ക് ഒന്ന് കടന്നു വരുവാനായിട്ട് ആഗ്രഹിക്കുകയാണ്. ഈ റോമാലേഖനം 6 അധ്യായം അതിൻ്റെ 1-2 വാക്യങ്ങൾ വായിക്കുമ്പോൾ നമുക്ക് വളരെ ചിന്തനീയമാണ്. ഇവിടെ പാപം പെരുകിയിടത്ത് കൃപ അത്യന്തം വർദ്ധിച്ചു. നോക്കിക്കേ, അവിടെ ചോദിക്കുന്നത് ഇങ്ങനെയാണ്. റോമാലേഖനം 6 അധ്യായം 1-2 വാക്യങ്ങൾ നമ്മൾ വായിച്ചല്ലോ. അതിൽ അപ്പോസ്തലനായ പൗലോസ് ഒരു ചോദ്യമാണല്ലോ ചോദിക്കുന്നത്. പ്രിയപ്പെട്ടവരെ, ഇത് നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് കഴിയുന്നത് ഇവിടെ കൃപ എന്നൊരു വാക്ക് ഉപയോഗിക്കുക.
അർഹിക്കാത്ത ദാനമാ കൃപ, അല്ലേ? അപ്പോൾ കൃപ ലഭിക്കുന്നത് കൊണ്ട് നമ്മൾ വീണ്ടും പാപം ചെയ്യാൻ പറ്റുമോ? പൗലോസ് എഴുതുകയാണ് ഇവിടെ കാണുന്നത്, പാപം എത്ര പെരുകിയാലും അതത്ര വലിയതോ എണ്ണമില്ലാത്തതോ ആയാലും ദൈവകൃപ അവയെല്ലാം ക്ഷമിക്കത്തക്കവണ്ണം വലിയതാണേ എന്നാണ് അപ്പോസ്തലൻ ഇവിടെ ഉദ്ദേശിക്കുന്നത്. എന്നാൽ അതുകൊണ്ട് പാപം ചെയ്തുകൊണ്ടിരിക്കാൻ പറ്റുമോ? നമുക്ക് കൂടുതൽ പാപം ചെയ്യാമെന്നാണ് ചിലരിവിടെ ഉദ്ദേശിക്കുന്നത്. ഇതാണ് തെറ്റായ പഠിപ്പിക്കലുകാർ പറയുന്നത്. നാം എന്തെല്ലാം ചെയ്താലും ദൈവം നമ്മോട് ക്ഷമിക്കാൻ കടപ്പെട്ടവനാണ്, ആകുലപ്പെടേണ്ട കാര്യമില്ല. നാം എത്ര പാപം ചെയ്യുന്നു അത്രയും കൃപ നമുക്ക് കിട്ടുമെന്നൊക്കെയാണ് ഇത് ചിലരൊക്കെ വ്യാഖ്യാനിക്കുന്നത്. അത് ദൈവാത്മാവ് പറയും, ഒരിക്കലും അരുതേ പ്രിയപ്പെട്ടവരെ. കൂടുതൽ തെറ്റ് ചെയ്യുവാൻ നമുക്ക് ഹല്ലേലൂയ ഇടയാകും. നാം പാപത്തിൽ ഒരിക്കലായിട്ട് മരിച്ചവരാണ്. പൗലോസ് എന്താണ് ഇതുകൊണ്ട് അർത്ഥമാക്കുന്നത്? ക്രിസ്തുവിൽ നാം വിശ്വസിച്ചപ്പോൾ നമ്മുടെ പാപ സ്വഭാവമുള്ള മനുഷ്യൻ മരിച്ചു. നാം ആദ്യം പാപത്തിന് അടിമകളായിരുന്നു. എന്നിട്ടാണ് നാം പാപത്തിൽ മരിച്ചത്. മരിച്ച ഏതടിമയും യജമാനൻ്റെ നിയന്ത്രണത്തിലല്ല, അവർ സ്വതന്ത്രനാണല്ലേ? അങ്ങനെ നാം നമ്മുടെ യജമാനനായ പാപത്തിൽ നിന്ന് സ്വതന്ത്രരായെങ്കിൽ നാം പാപത്തിൻ്റെ അടിമകൾ എന്ന പോലെ ഇപ്പോഴും ജീവിക്കുന്നത് എന്തിനാണ്? അതാണ് അപ്പോസ്തലനായ പൗലോസ് ആ വാക്യം കൊണ്ട് അവിടെ ഉദ്ദേശിക്കുന്നത്. ദൈവകൃപയിലൂടെ നാം പാപത്തിൻ്റെ ശക്തിയിൽ നിന്ന് വിടുവിക്കപ്പെട്ടു. അതിലിനി നമുക്ക് ജീവിക്കേണ്ട കാര്യമില്ല. അതിൽ നിന്ന് പുറത്തു വരണം. പാപത്തിൽ മരിച്ചെങ്കിൽ നാം ക്രിസ്തുവിൽ ജീവിക്കുന്നവരായിരിക്കണം. അതാണ് ഇവിടെ പൗലോസ് ഉദ്ദേശിക്കുന്നത്. പ്രിയപ്പെട്ടവരെ, ഞാൻ പറയട്ടെ, ജീവിതത്തിൽ പലപ്പോഴും നാമേ ദുഷ്കാമ പ്രവർത്തികൾ ചെയ്യേണ്ടതിന് പിശാചിട വരുത്തുമ്പോൾ അത് കുഴപ്പമില്ല എന്ന് പറഞ്ഞ് ഈ ഇടത്തൂടുകാർ ക്രിസ്തുവിനെ തള്ളിപ്പറയുന്നവരായി മാറുമ്പോൾ മനുഷ്യർ, നാം വിശുദ്ധരായിരിക്കുന്നവർ, വിശ്വാസികളായിരിക്കുന്ന നാം ക്രിസ്തുവിനെ മാതൃക ആക്കിക്കൊള്ളണമെന്നാണ് അപ്പോസ്തലൻ ഇവിടെ ഉദ്ദേശിക്കുന്നത്. അതായത് ഈ ഇടത്തൂടുകാർ പഠിപ്പിക്കുന്ന ലെവലിലൂടെ നമ്മുടെ ജീവിതം കൊണ്ടുപോകരുത്. ക്രിസ്തുവിനെ തള്ളിപ്പറയുവാൻ, ക്രിസ്തുവിനെ നാമത്തെ ആക്ഷേപിക്കുവാൻ നാം മുഖാന്തരം ഇടയാകരുതേ. പ്രിയപ്പെട്ടവരെ, ക്രിസ്തുവിനെ നാം മാതൃകയാക്കുക. കർത്താവ് നമ്മൾ കാണിച്ചു തന്ന മാതൃകയിലൂടെ നമ്മുടെ ജീവിതം മുന്നോട്ട് കൊണ്ടുപോകാൻ ഏൽപ്പിക്കണം. പലപ്പോഴും ഇന്നത്തെ ആത്മീയഗോളത്തെ കാണുമ്പോൾ വളരെ ദുഃഖമുണ്ട് പ്രിയപ്പെട്ടവരെ. കർത്താവിനെ തള്ളിപ്പറഞ്ഞ്, കർത്താവിനെ ആക്ഷേപിക്കുന്ന, കർത്തൃനാമത്തിന് ദോഷം വരുത്തുന്ന, ആക്ഷേപം വരുത്തുന്ന ക്രിസ്തീയ ജീവിതവുമായിട്ട് നയിക്കുന്ന പ്രിയപ്പെട്ടവരോ നോക്കി ദൈവാത്മാവ് പറയുകയാണ്, ഈ ദിവസങ്ങളിൽ ദൈവത്തിൻ്റെ കൃപ ഏറ്റെടുത്തു കൊള്ളണം. ദൈവാത്മാവിനാൽ നയിക്കപ്പെട്ട ഒരു ജീവിതം ഹല്ലേലൂയ ഈ ദിവസങ്ങളിൽ ഉണ്ടാകുവാൻ നമുക്ക് നമ്മെ തന്നെ ഏൽപ്പിച്ചു കൊടുക്കാം. പ്രൈസ് ദി ലോർഡ്. ധാരാളം കാര്യങ്ങളോടെ പറയുവാനുണ്ട്, എങ്കിലും ഞാൻ പറയട്ടെ. അപ്പോൾ ഇവിടെ എഴുതുന്നത് ഇപ്രകാരമാണ്. അവർ ജീവിതത്തിൽ ഓരോ നിലകളിലും അവരുടേതായ അവസ്ഥകളിൽ അവർ കർത്താവായ യേശു ക്രിസ്തുവിനെ നിഷേധിക്കുന്ന അഭക്തരായ ആളുകളെ പോലെ അല്ല. ആമേൻ. അവർ നിഷേധിക്കേണ്ടതിന് നുഴഞ്ഞു കയറി വന്ന് ആമേൻ അവർ ജനത്തെ പഠിപ്പിക്കുക. അതുകൊണ്ട് അവരുടെ ഈ ശിക്ഷാവിധി പണ്ട് തന്നെ എഴുതിയിരിക്കുക. അവർക്ക് കിട്ടും ശിക്ഷാവിധി. നാമും ശിക്ഷാവിധിയിൽ അകപ്പെടാതിരിക്കേണ്ടതിന് ഈ ദിവസങ്ങളിൽ വളരെ ശ്രദ്ധാലുക്കളായിരിക്കണമെന്ന് ദൈവത്തിൻ്റെ ആത്മാവ് നമ്മളെ ഉദ്ബോധിപ്പിക്കുകയാണ്. ആമേൻ. 5-ാം വാക്യം ദൈവം അനുവദിച്ചാൽ നമുക്ക് അടുത്ത ക്ലാസ്സിൽ ചിന്തിക്കാം. പ്രിയപ്പെട്ടവരെ, ഇന്ന് നമുക്ക് വേണ്ടി കർത്താവ് അത്ഭുതങ്ങൾ പ്രവർത്തിക്കും എന്ന് വിളിച്ചു പറയും. കർത്താവ് ഇന്നും അത്ഭുതങ്ങൾ പ്രവർത്തിക്കുന്നവനാണ്. എന്നാൽ നമുക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന അത്ഭുത പ്രവർത്തികളിൽ അവൻ്റെ വചനത്തിൻ്റെ വ്യവസ്ഥയിൽ നിന്നുള്ള കാര്യങ്ങൾ ഏറ്റെടുക്കുവാൻ ഇടയാകണം. ഞാൻ കഴിഞ്ഞ ദിവസം ഒരു സഹോദരിയെക്കുറിച്ച് കേൾക്കുവാനിടയായി. എനിക്ക് വ്യക്തിപരമായിട്ട് അറിയാവുന്ന സഹോദരിയാണ്. തൻ്റെ ഭർത്താവുമായിട്ടുള്ള അല്പമാത്രമായ വിഷയത്തിൽ താനെ ഭാരപ്പെട്ടു, പ്രാർത്ഥിച്ചിട്ട് മറുപടി കിട്ടിയില്ല എന്ന് പറഞ്ഞ് താൻ എന്ത് ചെയ്തെന്നറിയാമോ? നാമധേയ ക്രൈസ്തവരായിരിക്കുന്നവരുടെ അടുത്ത് പുതുപ്പള്ളിയിൽ പോയി കോഴിവിട്ട് ചെയ്യുവാൻ തക്കവണ്ണം ഇടയായി. മറ്റൊരു തലത്തിൽ പറഞ്ഞു കഴിഞ്ഞാൽ ആമേൻ, കത്തോലിക്കരുടെ പ്രത്യേകമുള്ള സ്തോത്ര പ്രാർത്ഥന നടത്തുന്ന അത്ഭുതങ്ങൾ കാണുന്ന സ്ഥലത്തേക്ക് പോകുവാൻ തക്കവണ്ണം ഇടയായി. ചുരുക്കം ഞാൻ പറയട്ടെ, ദൈവവചനം വിട്ട്, ദൈവവ്യവസ്ഥ വിട്ട് അല്പമാത്രമായി അത്ഭുതത്തിന് വേണ്ടി, സ്വല്പനേരത്തേക്കുള്ള സന്തോഷത്തിന് വേണ്ടി താൻ കടന്നുപോയി എങ്കിൽ
എന്നേക്കും തൻ്റെ ജീവിതത്തിൽ തനിക്കത് ശാപത്തിനും ഭാരത്തിനുമായി കാരണം ഉണ്ടാകുവാനിടയായി. തൻ്റെ ഭർത്താവ് ഈ ലോകത്തു നിന്നും ചെറുപ്പക്കാരനാണ്, മാറ്റപ്പെടുവാൻ തക്കൊണ്ടും ഇടയായി. പ്രിയപ്പെട്ടവരെ, ഞാൻ പറയട്ടെ, ജീവിതത്തിൻ്റെ അനുനിമിഷങ്ങൾ നമുക്ക് ദൈവം തരുമ്പോൾ ഓരോ നിമിഷവും നാം വചനത്തിൽ ജീവിക്കുന്നവരായി, വചനത്തെ കാത്തു സൂക്ഷിക്കുന്നവരായി, വചനത്തിൻ്റെ വ്യവസ്ഥയിൽ ജീവിക്കുന്നവരായി തീരുവാൻ ഇടയാകണം. വിശ്വാസം നമ്മളിൽ പ്രത്യാശയുളവാക്കണം. കർത്താവിൻ്റെ വരവിന് വേണ്ടി നാം ഒരുങ്ങണം. ഈ വ്യാജ ഉപദേഷ്ടാക്കളെക്കുറിച്ച് താൻ അവിടെ ഉണ്ടായിരുന്ന വിശ്വാസികളെ പഠിപ്പിക്കുവാൻ വേണ്ടി പെട്ടെന്ന് ഈ ലേഖനം താൻ എഴുതുമ്പോൾ വിശ്വാസത്തിന് വേണ്ടി പോരാടുവാൻ, ഈ വിശ്വാസത്തിൽ ഉറച്ചു നിൽക്കുവാൻ, അവരെ ഫലമേൽപ്പിച്ചിരിക്കുന്ന വിശ്വാസത്തിൽ തന്നെ നിലനിൽക്കുവാൻ അവിടെ യൂദ ആ ജനത്തെ ഉപദേശിക്കുകയാണ്. ആകയാൽ ആ ഉപദേശത്തിൽ അവർ നിലനിൽക്കുവാൻ താല്പര്യപ്പെടും പോലെ നമുക്കും ജീവിക്കാം. കർത്താവിൻ്റെ നാമത്തിന് ആക്ഷേപമില്ലാത്ത ഒരു ക്രിസ്തീയ ജീവിതം നയിച്ച് ദൈവനാമ മഹത്വത്തിനു വേണ്ടി മുന്നേറുവാൻ ഈ വചനങ്ങളാൽ ദൈവം നമ്മെ സഹായിക്കുമാറാകട്ടെ. തിരുവചന ഭാഗം നിങ്ങൾക്ക് സന്തോഷമായി എങ്കിൽ നിങ്ങളുടെ പ്രിയപ്പെട്ടവരിലേക്കൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കണമേ എന്ന് ദൈവനാമത്തിൽ ഞാൻ അപേക്ഷിക്കുന്നു. കർത്താവ് എല്ലാവരെയും ധാരാളമായിട്ട് അനുഗ്രഹിക്കുമാറാകട്ടെ. ആമേൻ, ആമേൻ, ആമേൻ.